ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനം നമുക്ക് വായിക്കാം. 18 മുതൽ 20 വരെ നമുക്ക് വായിക്കാം. അവിടെ പറയുന്നത്, നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പം ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തി തൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് കടന്നു വരും എന്ന് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രൂശിന് ശത്രുക്കളായി അനേകർ നടക്കുന്നു. ക്രൂശിനെ ചുമക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. ക്രൂശിൻ്റെ അർത്ഥം ക്രൂശിൽ കർത്താവ് ചെയ്ത ആ മഹത്വമുള്ള പ്രവൃത്തിയെക്കുറിച്ച് ധ്യാനിക്കുന്നവരായിരിക്കണം. അത് എനിക്ക് വേണ്ടി ആയിരുന്നു എന്ന് ബോധമുള്ളവരായിരിക്കണം. അതാണ് ക്രൂശിനെ നിന്ദിക്കാതിരിക്കുക എന്നുള്ളത്. എൻ്റെയും കൂടി രക്ഷയ്ക്ക് വേണ്ടി എന്നെയും സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് സ്വർഗരാജ്യത്തിലേക്ക് എടുക്കുന്നതിന് വേണ്ടി എൻ്റെ കർത്താവ് വഹി ക്രൂശിൽ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ധ്യാനിക്കുന്നവരായിരിക്കണം. ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ആ ക്രൂശിൽ ക്രിസ്തു ചെയ്ത പ്രവൃത്തി, ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികളെ ധ്യാനിക്കാത്തവരാണ് ഈ ക്രൂശിൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്നത്. ചിലർ ക്രൂശിനെ കുറിച്ച് പറയുമ്പോൾ വലിയ ഭക്തിയോടുകൂടി ക്രൂശ് എടുത്തുകൊണ്ട് നടക്കുന്ന അനുഭവം നമുക്ക് കാണുവാൻ. ഇതൊന്നുമല്ല ക്രൂശിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. ക്രൂശിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ക്രിസ്തുവിനെ സ്നേഹിക്കുക, ക്രിസ്തുവിൻ്റെ വചനത്തെ സ്നേഹിക്കുക, ക്രിസ്തുവിൻ്റെ വചനപ്രകാരം ജീവിക്കുക. ക്രിസ്തു ക്രൂശിൽ കൂടി എനിക്ക് വേണ്ടി എന്തെല്ലാമാണ് ചെയ്തത് എന്നുള്ള ബോധ്യത്തോടുകൂടി ഈ ലോകത്തിൽ ജീവിക്കുക. എന്നെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി എങ്കിലും ഇനിയും രണ്ടാമത് വന്ന് എന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ ഏകീഭവിപ്പിച്ചുകൊണ്ട് എന്നെ തൻ്റെ രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ കർത്താവായ യേശു ക്രിസ്തു വരും എന്നുള്ള പ്രത്യാശയോടുകൂടി നാം ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു എന്ന് നമ്മൾ വചനത്തിൽ വായിച്ചു. നമുക്ക് സ്വർഗത്തിൽ പൗരത്വമുള്ളവരായി മാറിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആ സ്വർഗത്തിലെ പൗരത്വം നേടുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.